വനിതാ സംവരണത്തിന്റെ മറവിൽ ഭരണാധികാരത്തിൽ സമഗ്രാധിപത്യം സ്ഥാപിക്കാനുള്ള BJP നീക്കത്തെ ഒറ്റക്കെട്ടായി പാർലമെന്റിൽ പ്രതിപക്ഷം ചെറുത്തു തോൽപ്പിച്ചിരിക്കുന്നു. വനിതാ സംവരണമെന്ന ആശയത്തോട് 1% ആത്മാർത്ഥത BJP സർക്കാരിനില്ലെന്ന് ഒരിക്കൽ കൂടി വ്യക്തമായിരിക്കുന്നു. വനിതാ സംവരണം എന്ന മനോഹരമായ വാഗ്ദാനത്തിന് മറവിൽ കേന്ദ്ര സർക്കാർ ഒളിപ്പിച്ചുവെച്ച രാഷ്ട്രീയ കെണി തിരിച്ചറിഞ്ഞ് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി നടത്തിയ പ്രതിരോധം വിജയം കണ്ടിരിക്കുന്നു. The history of the delimitation in India is at its heart the history of a promise made by the parliament to the people of the southern states, Tamil Nadu, Kerala, Karnataka, Andhra Pradesh and Telangana. 5 states which have resisted the onslaught of the Bharatiya Janata Party and have stood out as role models for inclusive development. The delimitation process began in 1952. Soon after the Republic was founded. It was a constitutional solution to a demographic problem. How to balance the population growth with fair representation. All of us abided by the constitutional suggestions in Article 82 and 170. ഭരണഘടനാ ഭേദഗതിക്ക് ലോക്സഭയിൽ 2/3 ഭൂരിപക്ഷം വേണമെന്നിരിക്കെ ഭരണപക്ഷത്തിന് അതില്ലെന്നറിയാമായിരുന്നിട്ടും ഇത്തരമൊരു നാടകം പാർലമെന്റിൽ BJP കളിച്ചത് എന്തിനു വേണ്ടിയാണ്? യഥാർത്ഥത്തിൽ BJPയുടെ പ്രശ്നം വനിതാ സംവരണമല്ല. 2029 തിരഞ്ഞെടുപ്പിലുണ്ടാകാൻ പോകുന്ന തിരിച്ചടി മറികടക്കാനുള്ള കുറുക്കുവഴിയാണ് ഈ ബില്ലിലൂടെ അവർ തേടിയത്. മണ്ഡല പുനർനിർണയത്തിലൂടെ ലോക്സഭയുടെ ഘടന തന്നെ മാറ്റിവരയ്ക്കുക, രാഷ്ട്രീയ സ്വാധീനം കുറഞ്ഞ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപ്രസക്തമാക്കുക, ആ രാഷ്ട്രീയ തന്ത്രത്തിന് വനിതാ സംവരണം പോലെയുള്ള ഒരു മനോഹര ആശയത്തെ മറയാക്കുക. ഇതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടത്. ഇതിനായി 2023 നിയമം നിലവിൽ വന്നതായി ധൃതി പിടിച്ച വിജ്ഞാപനം തന്നെ കേന്ദ്രം പുറത്തിറക്കി. യഥാർത്ഥത്തിൽ വനിതാ സംവരണം നടപ്പിലാക്കാൻ കേന്ദ്രം ഉദ്ദേശിക്കുന്നുവെങ്കിൽ നിലവിലുള്ള പാർലമെന്റിന്റെ ഘടന വച്ച് തന്നെ അത് നടപ്പാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിന് ഇത്രയും സങ്കീർണമായ സാഹചര്യം സൃഷ്ടിക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല. വനിതാ സംവരണമല്ല അവരുടെ ലക്ഷ്യമെന്ന് ഉറപ്പിച്ച് പറയാനാകുക ഇതുകൊണ്ടുകൂടിയാണ്. ഇത് ജനാധിപത്യത്തിന്റെ വിജയം. വനിതാ സംവരണം ഉറപ്പാക്കാനുള്ള പോരാട്ടങ്ങൾ കൂടുതൽ ശക്തമായി തുടരണം. അത് രാജ്യത്തിന്റെ ആകെ ആവശ്യമാണ്.